ഒന്നും അറിയാതെ റോഡരികിൽ നിന്ന ഒരു വീട്ടമ്മ സ്വന്തം ഭർത്താവിൻ്റെ കട, ഇത് സന്ധ്യയുടെ ഭർത്താവ് തുളസിയുടെ കടയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ ഭർത്താവിന് ചോറുമായി വന്ന സന്ധ്യ ഇവിടെ നിൽക്കുന്നു. ഇവിടെ നിന്നതിന് ശേഷം ആണ് ലോറി കടന്നു പോകുന്നത്. തടി കയറ്റിയ ലോറിയാണ് കടന്നു പോയത്. ഈ ലോറിയുടെ മുകളിൽ വലിയ ഉയരത്തിൽ തന്നെ അവിടെ തടിക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ആ തടിക്കഷ്ണങ്ങൾ തട്ടിയാണ് ഈ ഉയരത്തിലുള്ള കേബിൾ പൊട്ടുന്നത്. ഈ കേബിൾ പൊട്ടിയതിന് ശേഷം ഇവിടെ നിന്നിരുന്ന സന്ധ്യയുടെ ദേഹത്തും അതുപോലെ തന്നെ വാഹനത്തിലും കുരുങ്ങുകയായിരുന്നു. വാഹനത്തിൽ കുരുങ്ങിയതിന് ശേഷം സന്ധ്യയും കൊണ്ട് ഏകദേശം 30 മീറ്ററിലധികം ഈ വാഹനം സഞ്ചരിക്കുകയും ശേഷം ഈ വാഹനം ഉയർന്നു പൊന്തി സന്ധ്യയുടെ ദേഹത്ത് തന്നെ വീഴുകയും ചെയ്തു. വലിയൊരു ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പേടിയാകുന്ന ദൃശ്യങ്ങൾ. അത് നേരിൽ കണ്ട വ്യക്തികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം നടന്നത്? ഏകദേശം ഒരു 2 മണിയോടൊക്കെ കഴിഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത്. ആ ലേഡി ഇവിടെ അവരുടെ വർക്ക്ഷോപ്പിന് മുന്നിൽ സ്കൂട്ടറിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ബാക്കിൽ നിന്ന് ആ തടിവണ്ടി വരികയും ആ പോസ്റ്റയിൽ ഇടിക്കുകയും തുടർന്ന് കേബിൾ ലൂസായി അവരുടെ ദേഹത്ത് കുരുങ്ങി തെറിച്ച് ഏകദേശം ഇവിടെ ഇത്രയും ദൂരം വന്ന് വീണിട്ടുണ്ട്. അവരുടെ പുറത്തോട്ട് അവരുടെ തന്നെ സ്കൂട്ടർ നല്ല ഉയരത്തിൽ നിന്നാണ്, ഏകദേശം ഒരു 6 അടിയോളം ഉയരത്തിൽ നിന്നാണ് അവരുടെ ദേഹത്ത് വന്ന് വീഴുന്നത്. എന്നിട്ട് ഈ വണ്ടിയുടെ പുറത്ത് ഈ തടിവണ്ടി നിർത്താതെ പോവുകയും പിന്നെ ഇവിടെ ഉള്ള സമീപവാസികളായ സുഹൃത്തുക്കൾ ഓടിച്ചെന്ന് പെട്ടെന്ന് വണ്ടി പിടിച്ച് നിർത്തിയാണ്. ഒരു 500 മീറ്റർ വണ്ടി നിർത്തിയിട്ടില്ല. നിർത്തിയിട്ടില്ല. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ചെന്നിട്ടാണ് വണ്ടി നിർത്തിയത്. വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ വന്ന വണ്ടി കൊണ്ട് ഹോൺ അടിച്ച് ആ വണ്ടി ഫ്രണ്ട് നിർത്തിയപ്പോൾ ഈ ഡ്രൈവർ അറിയുന്നത് തന്നെ. അന്നേരം തന്നെ ഇറങ്ങി, അന്നേരം ഈ പുള്ളി അറിയുന്നത്. ഞങ്ങൾ ചോദിച്ചാൽ പറയുന്നത് മിറർ വഴി കാണാൻ പറ്റത്തില്ല, ഈ തടി പുറത്തോട്ടിരിക്കുമായിരുന്നു ഓൾറെഡി. അതിൻ്റെ പുറകെ ലോറിയിൽ നിന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാഞ്ഞത്. അന്നേരം ഡ്രൈവറെ ചോദിച്ചപ്പോൾ മിറർ വഴി കാണാൻ പറ്റില്ലെന്ന് അയാൾ പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഈ ഡ്രൈവറിൻ്റെ ഈ വണ്ടിയുടെ ഓണർ മോലാളി ഉണ്ടായിരുന്നു, ഒരു മോലാളി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അവരിതിൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. അവർ ഈ സംഭവം നടന്നതൊക്കെ ഇവിടെ പോലും നിർത്താതെ ഈ വണ്ടിയുടെ പുറകിലാണ് കൊണ്ട് നിർത്തിയിട്ട് അന്നേരം തന്നെ ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ സദാചാര പോലീസ് ചമയമാണെന്ന് ചോദിച്ച് ഇത് ചോദ്യം ചെയ്ത ഈ KSE ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഇവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, ഓവർസിയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന് അടിക്കാനും മർദ്ദിക്കാനുമുള്ള ശ്രമം നടത്തി. എന്നിട്ട് ഇവർ വണ്ടി നിർത്താതെ ഇവർ ഇറങ്ങിയിട്ട് പറഞ്ഞ് ACP വിളിച്ചു. ACP പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ അപ്പോൾ അവർ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു. ACP പറഞ്ഞില്ലയോ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും ഒരു മനസാക്ഷി പോലും ഇല്ലാതെ ആ പാവത്തുങ്ങളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള മനസ്സ് അവർ കാണിച്ചിട്ടില്ല. തിരക്കിട്ട് പോലും ഇല്ല അവർ. അതുപോലെ തന്നെ അവർ പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഒതുക്കി തീർക്കാനുള്ള ഹോൾഡ് ഉണ്ട്. ലോറി ഇപ്പം എവിടെയാണ്, അല്ലെ അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെയാണ്. ലോറി അന്നേരം തന്നെ വിട്ട് പോലീസ് ഇപ്പം സംഭവ സ്ഥലത്ത് വരികയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തിപ്പോൾ മൊഴി കൊടുക്കാൻ വേണ്ടി ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ അപകടം സംഭവിച്ച ചേച്ചിയുടെ മകൻ ഇപ്പോൾ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയി. ഇത് കണ്ടിരുന്ന പ്രദേശവാസികൾ മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് അതായത് ഈ ഒരു CCTVയുടെ ദൃശ്യം മാധ്യമങ്ങൾ ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് ഈ സാധനം ഫസ്റ്റ് പുറത്തുവിടുന്നത്. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിടുന്നതിന് ശേഷം ഈ നിമിഷം ഇത്രയും മറ്റു മാധ്യമങ്ങൾ അറിയുകയും ഇപ്പോൾ എല്ലാ മാധ്യമക്കാരും വന്നതിന് ശേഷം ഇപ്പം പോലീസ് ഈ സംഭവം അറിഞ്ഞു, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇപ്പോൾ പോലീസ് വന്ന് കേസെടുത്തിട്ടുണ്ട്. അമ്മച്ചിയുടെ നിലപ്പ് എന്താണ്? ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു ഫ്രാക്ചറുണ്ട്, പൊട്ടലുണ്ട്. പിന്നെ ഓർത്തോയെ കണ്ടിട്ടില്ല. അന്നേരം ഓർത്തോ വരുന്ന അനുസരിച്ച് അതിന് ബാക്കി എന്തെങ്കിലും സംസാരിക്കുന്നൊക്കെ ഉണ്ടോ? സംസാരം കുറവാണ്. ഇപ്പം അധികം ആരെയും അങ്ങനെ കാണാൻ അനുവദിക്കുന്നില്ല. ICUലാണോ? അതെ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ സമീപത്ത്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞുള്ളൂ. ഏകദേശം 35 അടി അതിൻ്റെ മണ്ടയ്ക്കുള്ള കാളകൾ 40 അടിയോളം ഉള്ള കാളകൾ ഇതിലെ കൂടെ പോയതാണ്. എന്നിട്ട് ആ കാളകളെ പോലും തട്ടാത്ത തരത്തിലുള്ള ഹെവി അത്രയും ഉയരത്തിലാണ് ഈ ലൈനുകൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കാട്ടി മണ്ടയ്ക്കാണ് ഈ തടി കയറ്റി വന്ന ലോറി വന്നിട്ടുള്ളതെന്നാണ് ചിന്തിക്കുക. ലോറി നിങ്ങൾ വിട്ടു, നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ലോറി പിടിച്ചിടാൻ വേണ്ടി നാട്ടുകാർ ശ്രമിച്ചു. അപ്പം ഇതിൻ്റെ മോലാളി ഇതിൻ്റെ തൊട്ട് പുറകെ എസ്കോർട്ടായിട്ട് മുതലാളിയാണെന്ന് അറിയാമായിരുന്നോ? മോലാളിയാണെന്ന് ഇന്നാണ് മനസ്സിലായത്. അല്ല, ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഇദ്ദേഹം മോലാളിയെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് കിട്ടിയോ? കിട്ടിയെന്ന് വെച്ചാൽ അവർ തർക്കിക്കുകയായിരുന്നു. അവർക്ക് ഹോൾഡ് ഉണ്ട്. ഇപ്പോൾ ഹോൾഡ് ഉള്ളവർക്ക് എന്തോ ആവുന്നതാണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് വിചാരിച്ചാലും എന്തെങ്കിലും നടക്കുമെന്ന് കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ നീങ്ങിയത്. എന്നാലും അവർ നമ്മളുടെ നേരെ തട്ടിക്കയറുക എന്നാണ് പോലീസിൽ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് പരാതി നൽകിയിട്ടുണ്ട്. അന്നേരം പോലീസുകാർ പറഞ്ഞ് ഇതുപോലെ ലോറി പിടിക്കും, പക്ഷേ ആ ലോറിയിലുണ്ടായിരുന്ന തടി പിടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതായത് അതുമാത്രം തടി കയറ്റിക്കൊണ്ടുപോകുമ്പോൾ വേണമെങ്കിൽ തടിയൊക്കെ താഴ്ത്തി ഇറക്കി വെച്ച് അതാണ് ഇത് കാണാൻ പ്രശ്നം. അതായത് ആ തടിക്കകത്ത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒന്നും നമുക്ക് വ്യക്തമല്ല. ചേട്ടൻ ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ.
എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ലോറി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് എന്തോ ലൈൻ പൊട്ടുന്ന സൗണ്ട് കേട്ട് ഞാനപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി വരാൻ നേരത്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 ഇതായിട്ട് ലൈൻ കയറി കുരുങ്ങിയിട്ട് ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നു. അതിനകത്തോട്ട് കയറി വണ്ടിക്കകത്ത് കയറി കുരുങ്ങിയിട്ട് ചേച്ചി വലിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി അവിടുന്ന് പൊങ്ങിയിട്ട് തറ വീണ് അതിൻ്റെ മുകളിലോട്ട് ആക്റ്റീവ് വീഴുമായിരുന്നു. ആ വണ്ടിക്കാരെ അവർ കണ്ടോ എന്തോ നമുക്കറിയത്തില്ല, പക്ഷെ അവർ നിർത്താതെ പോയി ആ വണ്ടിയുടെ ഇടത്തെ സൈഡ് ഗ്ലാസ്സിലായിരുന്നു ഇത് കയറി കുരുങ്ങിയത്. അത്രയും പോലും അവനത് കണ്ടിട്ട് നിർത്താതെ പോയി അടുത്ത ജംഗ്ഷനിലായിരുന്നു വണ്ടി പോയി നിർത്തിയിരുന്നത്. നാട്ടുകാർ പിന്നാലെ പോയി നിർത്തി. നാട്ടുകാർ പോയി പുറകെ പോയ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് ആ വണ്ടി നിർത്തുന്നത്. അല്ല വണ്ടി നിർത്താതെ പോയ വണ്ടിയാണ്. പിന്നെ അതിൻ്റെ പുറകെ തന്നെ വണ്ടിയുടെ ഓണറും വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ഓണറും അവിടെ വന്നിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി ആകുമ്പോൾ ഇടിക്കും ഇതാന്നൊക്കെ പറഞ്ഞോട്ടുള്ള. പോലീസ് എന്തുകൊണ്ടാണ് കേസെടുക്കാൻ വൈകിയതെന്ന് നിങ്ങളോട്? അത് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പോലീസുകാർ ഇന്നലെ വൈകിട്ട് സംഭവ സ്ഥലത്ത് വന്നിട്ട് അവർ എല്ലാം നോക്കിയിട്ട് അവർ സംഭവത്തിൻ്റെ സീരിയസ്നെസ് അവരറിയുന്നില്ല. പിന്നെ ഈ CCTV ക്യാമറയുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് വൈകിട്ട് അതിനുശേഷം അതെല്ലാം ലൈവായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ചുള്ള ഇത്രയും വലിയ സീരിയസ് ആണെന്ന് അവർ അറിഞ്ഞിരുന്നത്.